ബി.ജെ.പിക്കും ഹിന്ദുത്വ ശക്തികൾക്കുമെതിരെ പോരാട്ടം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് CPIMന്റെ രാഷ്ട്രീയ കരട് പ്രമേയ രേഖ പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിനുള്ള അടവ് നയം സ്വീകരിക്കും. മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന് പ്രായപരിധിയിൽ നൽകിയ ഇളവിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നും കരട് രേഖ പുറത്തിറക്കിക്കൊണ്ട് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായിട്ടും മോദി സർക്കാർ ഹിന്ദുത്വ അജണ്ട ശക്തിപ്പെടുത്തുകയാണ്. അതിനെതിരായ പോരാട്ടമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയം. ബി.ജെ.പിക്കെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ വിശാലമായ ഐക്യം ലക്ഷ്യമാക്കിയുള്ളതാണ് പാർട്ടിക്ക് കോൺഗ്രസിനോടുള്ള നിലപാട്. എന്നാൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്നും മറിച്ച് സഹകരണമാകാമെന്നും കരട് പ്രമേയം വ്യക്തമാക്കുന്നു. തൊഴിലാളികളും കർഷകരും മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുമായി യോജിച്ച സമരങ്ങൾ കൊണ്ടു മാത്രമേ പിന്തിരിപ്പൻ ഹിന്ദുത്വ അജണ്ടയെയും നവ ഫാസിസ്റ്റ് സ്വഭാവങ്ങളെയും ചെറുക്കാനാവൂവെന്നും കരടുരേഖ പറയുന്നു. അതിനായി ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം ശക്തമാക്കും. പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിക്കും. ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയുടെ കെട്ടുറപ്പ് വീണ്ടെടുക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. First priority and emphasis is on developing the independent strength of the CPIM, enhancing its political interventions, projecting the independent policies of the party, conducting more political campaigns among the people. CPIMന്റെ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യാനായി പുറത്തിറക്കിയ കരട് രാഷ്ട്രീയ പ്രമേയം അന്തർദേശീയ തലത്തിലെ പാർട്ടി നിലപാടുകളുടെ ഒരു സമഗ്ര ചിത്രം അവതരിപ്പിക്കുന്നു. പലസ്തീനെതിരായ ഇസ്രായേലിന്റെ വംശീയ യുദ്ധത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അമേരിക്ക പിന്തുടരുന്ന തന്ത്രങ്ങൾ കരട് രേഖ തുറന്നുകാട്ടുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യവും ദാരിദ്ര്യവും പട്ടിണിയും അസമത്വങ്ങളും തൊഴിലില്ലായ്മയും പോഷകാഹാരക്കുറവും പെരുകുന്നതിന് പിന്നിലെ സാമ്രാജ്യത്വ കാരണങ്ങളും ചർച്ച ചെയ്യുന്നു. ലോകത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ തിരിച്ചുവരവുണ്ടെങ്കിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആശാവഹമാണ്. ശ്രീലങ്ക, കൊളംബിയ, ബ്രസീൽ, മെക്സിക്കോ, ഉറുഗ്വേ എന്നീ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റവും വലിയ പ്രതീക്ഷ പകരുന്നു. ആഗോളതലത്തിൽ AI ഉൾപ്പെടെ സാങ്കേതിക രംഗത്തുണ്ടായ കുതിപ്പുകൾ ജനങ്ങളുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും കരട് രാഷ്ട്രീയ റിപ്പോർട്ട് അടിവരയിടുന്നു. പാർട്ടിയിലെ നിലവിലെ പ്രായപരിധി തുടരുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് നൽകിയ ഇളവിൽ പാർട്ടി കോൺഗ്രസാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ഇനി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ വാർത്തകളിലേക്ക് പോകാം. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ വീണ്ടും തിരഞ്ഞെടുത്തു. 50 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 11 പേർ പുതുമുഖങ്ങളാണ്. തളിപ്പറമ്പിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന CPIM ജില്ലാ സമ്മേളനമാണ് MV ജയരാജനെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തത്. ജില്ലയിലെ പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തീരുമാനങ്ങളെടുത്താണ് സമ്മേളനം പിരിഞ്ഞത്. 50 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 11 പേർ പുതുമുഖങ്ങളാണ്. 6 പേർ വനിതകൾ. കണ്ണൂരിലെ പാർട്ടിയെ കരുത്തോടെ നയിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. മലയോര തീരദേശ നഗരമേഖലകളിലെ പാർട്ടി സംവിധാനം മെച്ചപ്പെടുത്തുമെന്നും MV ജയരാജൻ വ്യക്തമാക്കി. സമ്മേളനം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ രക്തസാക്ഷികളെയും അവരുടെ ജീവത്യാഗത്തെയും അതുപോലെ പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകന്മാരുടെയും നേതാക്കളുടെയും എല്ലാം ഓർമ്മ മനസ്സിൽ എല്ലാ കാലത്തും സൂക്ഷിച്ചുകൊണ്ടായിരിക്കും CPIMനെ കണ്ണൂർ ജില്ലയിൽ നയിക്കുക. സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി 45 പേരെയും തെരഞ്ഞെടുത്തു. KPV പ്രീത, N അനിൽകുമാർ, CM കൃഷ്ണൻ, മുഹമ്മദ് അഫ്സൽ, സരിൻ ശശി, K ജനാർദ്ദനൻ, CK രമേശൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. കൈരളി ന്യൂസ്, കണ്ണൂർ.